ഹായ് മച്ചാൻ, എല്ലാവർക്കും എംഫുടെക്കിലേക്ക് സ്വാഗതം. ബ്ലോഗാണ്. പറ്റിപ്പോയി. അപ്പൊ മച്ചാന്മാരെ എന്താ പരിപാടി നിന്ന് പ്രവീൺ മച്ചാൻ പറയൂട്ടോ, എന്താണ് സംഭവം? നമ്മളിന്നേ ഒരു പട്ടിക്കുട്ടിനെ വാങ്ങാൻ വേണം. പട്ടിക്കുട്ടിനെ വാങ്ങിക്കാൻ പോണേ. എന്ത് പട്ടിനെ വാങ്ങിക്കുന്നേ? ശിവാവ. അതായത് പട്ടിയത് ചെറിയ പട്ടി, കുഞ്ഞു പട്ടി ഇത്രയുള്ളത്. അപ്പൊ കൊറേ ദിവസമായി പ്രവീൺ മച്ചാൻ പറയണു നിന്റെ കയ്യിൽ ജൂലിപ്പട്ടില്ല, അതുപോലെ എനിക്ക് വേറൊരു പട്ടീനെ വേണം. വലിപ്പം വെക്കാത്ത പട്ടിയല്ല, വലിപ്പം വെക്കാത്ത കുഞ്ഞു പട്ടീനെ വേണമെന്ന് പറയണു. അപ്പോ നമ്മള് അന്വേഷിച്ച് കഴിഞ്ഞപ്പോ പ്രവീൺ മച്ചാൻ തന്നെയാണ് അന്വേഷിച്ചത്. പ്രവീൺ മച്ചാനും കിരണും കൂടി അന്വേഷിച്ച് ഒരു പട്ടിക്കുട്ടിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ശിവാവ കുഞ്ഞു പട്ടിയാന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ആ പട്ടീനെ വാങ്ങിക്കാനായിട്ട് പോവാണ്. നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടല്ലോ, തൃപ്രയാറെ കഴിഞ്ഞു പോകണം. ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് അവിടെ പോയിട്ട് ശിവാവ പട്ടിക്കുട്ടീനെ പ്രവീൺ മച്ചാന് വേണ്ടി കുഞ്ഞു പട്ടിക്കുട്ടീനെ വാങ്ങിക്കാനായിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ പട്ടിക്കുട്ടിനെ വാങ്ങിക്കാനുള്ള യാത്ര തുടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി. പ്രവീൺ മച്ചാന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സന്തോഷം കാണാൻ പറ്റും. എന്തായാലും പുതിയ പട്ടിക്കുഞ്ഞിനെ കിട്ടൂല. എന്താണ് ഈ ചെറിയ പട്ടിനെ വേണമെന്ന് വിചാരിച്ച ശിവാവനെ എടുക്കണം എന്ന് പറഞ്ഞേ? അതാവുമ്പേ നമ്മുടെ കയ്യിലൊതുങ്ങുന്ന സാധനമാണല്ലോ, അതുകൊണ്ടാണ്. പിന്നെ കുറച്ചൊക്കെ തിന്നുള്ളൂ, പിന്നെ നോക്കാനും സുഖമാണ്. മെയിൻ സംഭവം അതാണ്ടാ. അതായത് അണ്ണന് പട്ടിക്കുഞ്ഞിനെ വേണം, എന്നാൽ തീറ്റ കൊടുക്കാനും പറ്റൂല. അപ്പൊ വീട്ടിൽ നമ്മൾ ചോറൊക്കെ തിന്നും, ഒരുപിടി ചോറ് ഇട്ട് കൊടുത്ത് വളർത്താനുള്ള രീതിയിലാണ്. നമ്മുടെ ഈ കോഴിക്കൊക്കെ നമ്മള് ചോറിന് 2 വറ്റ് ഇട്ട് കൊടുക്കൂലേ, അതുപോലെ വളർത്തണം എന്നുള്ള മൂടിലാണ് തോന്നുന്നു ശിവാവ് വേണമെന്ന് പറഞ്ഞത് അല്ലേ? അപ്പൊ നമ്മള് ഇന്ന് കിട്ടാൻ പോകുന്ന പപ്പിയെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മള് ശിവാവ് ഉണ്ടെന്ന് വിളിച്ച് ചോദിച്ചു. അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മള് നേരെ പോവാണ്. അവിടെ ചെന്നൊരു മിനി പ്രവീൺ മച്ചാന്റെ ഐഡിയ ഒക്കെ മാറി. പിന്നെ നമ്മുടെ ഡോബർമാന അല്ലെങ്കിൽ പിഗ് ബുള്ളൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് എടുത്തുകൊണ്ട് വരും. ഐഡിയ മാറ്റോടെ എത്തുമ്പോ ഞാൻ മാറ്റൂല. പിന്നെ എന്തിനു മാറ്റണം? ശിവാവ അത് മതി. ശിവാവ. അപ്പൊ എന്തായാലും പ്രവീൺ മച്ചാൻ ശിവാവിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ശിവാവ പട്ടിക്കുഞ്ഞിനെ എടുക്കാനായിട്ട് ശിവാവ ആരിട്ടാവോ ചൈനക്കാരിട്ടായിരിക്കുള്ളൂ അല്ലെ പേര് കണ്ടിട്ട്. ഷവോമി ശിവാവ, ഏകദേശം ഒരു ഷവോമി MI ശിവാവ അല്ലടാ, ഒരു ചൈനീസ് പേര് പോലെ ഉണ്ട്. പറയാൻ പറ്റില്ല, ചിലപ്പോ ഇന്ത്യക്കാരൻ ഇട്ടതായിരിക്കാം. അപ്പോ എന്തായാലും ഇനി യാത്രകൾക്കിടയിൽ വിശേഷങ്ങളില്ല, നേരെ പോകുന്നു. നമ്മൾ പട്ടിക്കുഞ്ഞിനെ കാണുന്നു, പട്ടിക്കുഞ്ഞിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എടുക്കുന്നു, പോരുന്നു അല്ലെ? അതാണ്. അപ്പൊ കിരണ ഇന്നത് മാമാപ്പട്ടികളെ പട്ടിനെ അറേഞ്ച് ചെയ്തത്. പട്ടിയായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കിരണാണ് സെറ്റ് ആക്കാറ്. അതായത് ശരിക്കും ഒരു അമ്മാവൻ പോലെയാണ്. പട്ടി, മൊയില്, കിളി, ഒട്ടകം, കുതിര, ആകാശവേര്, ആമപ്പൂട തുടങ്ങിയ സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ കിരണ സമീപിച്ചാൽ മതി. നല്ലൊരു മാമൻ എന്ന രീതിയിൽ അവനത് സെറ്റാക്കി തന്നിരിക്കും അല്ലെ കിര? പിന്നെ ജർമ്മൻകാരൊക്കെ ആയിട്ടൊരു പിടിയില്ലെങ്കിൽ നക്ഷത്രാമുണ്ട്. ആകാശവേര് ആമപ്പൂടി ഉണ്ട് അവന്റെ അടുത്ത്, അത് അറിഞ്ഞില്ലേ? ആകാശവേര് ആമപ്പൂട പുതിയത് ഇറക്കിയേക്കണത് അവൻ. ജ്യൂസ് ഇവിടെ ഉണ്ടല്ലേ, പൊട്ടുള്ളരി അല്ലത്? അങ്ങനെ പട്ടിക്കുട്ടീനെ വാങ്ങിക്കാൻ പോയപ്പോ പ്രവീൺ മച്ചാന് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് പൊട്ടുവെള്ളരി ജ്യൂസ് കുടിക്കാൻ വന്നേക്കാണ്. പ്രവീണെ, പൊട്ടുവെള്ളരി ജ്യൂസ് ഇഷ്ടമാണ്? ഇഷ്ടമാണ്. ഇതിൽ മറ്റു സാധനമൊക്കെ ഉണ്ടാവും, വൈറ്റമിൻസ് ആൻഡ് ന്യൂട്രിയൻസ്. ഇപ്പൊ നമ്മുടെ പൊട്ടുവെള്ളരിയുടെ സീസൺ ആയിട്ടാണ്. നമ്മുടെ പാടത്തൊക്കെ നോക്കണ ഇഷ്ടം പോലെ പൊട്ടുവെള്ളരി കൃഷി ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിട്ടാ. ഇഷ്ടായ കുടിക്കടാ, എന്നിട്ട് പറയടാ. ഹായ്. അങ്ങനത്തെ നമ്മുടെ പൊട്ടുവെള്ളരി ജ്യൂസ് കുടിച്ച് പൊട്ടുവെള്ളരി കടിയോട് ടാറ്റയും പറഞ്ഞ് വീണ്ടും നമ്മൾ പോവാണ് നമ്മുടെ പട്ടിക്കുഞ്ഞിനെ എടുക്കാൻ. അയ്യോ, എന്റെ ഫോൺ ഇപ്പൊ കേറിയിരുന്ന പോവാ പ്രതി. ഇനി ഒരു സ്ഥലത്ത് നിർത്തലില്ല കേട്ടാ, നേരെ നമ്മുടെ പപ്പീനെ എടുക്കുന്ന സ്ഥലത്ത് മാത്രമേ നിർത്തുള്ളൂ. അല്ലെങ്കിൽ നിർത്തി പോയി അവിടെ എത്ര രാത്രിയാവും. എവിടെ പോയാലും അതാണ് അവസ്ഥ. അപ്പൊ നമ്മള് പൊട്ടുവെള്ളരി ജ്യൂസ് കുടിക്കാൻ നിർത്തി. പക്ഷെ നല്ല അടിപൊളി ജ്യൂസ് ആയിരുന്നു കേട്ടോ. പുള്ളി നമ്മളോട് പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പ്രവീൺ മച്ചാൻ നിർബന്ധിച്ചു കൊടുത്തു. പ്രവീൺ മച്ചാൻ അഭിമാനിയാ എന്നൂടി പറഞ്ഞ് അമ്മൊക്കെ കണ്ടറിഞ്ഞൂടെ അവിടെ അഭിമാനിയാണെന്ന്. അപ്പൊ ഇനി എന്തായാലും അവിടെ ചെന്നിട്ടാ അങ്ങനത്തെ നമ്മുടെ പപ്പീനെ എടുക്കാനുള്ള അധ്വലോകത്തേക്ക് എത്തിക്കാണ്. ഇവന്മാരും ഒരു രക്ഷയില്ല, ഭയങ്കര സൗണ്ട് ആട്ടാ. നോക്കി, ബീഗിൾ കുട്ടന്മാരും ജാക്രസിലും ഒരു രക്ഷയില്ല മൊത്തത്തില്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന്മാര് കൊല തുടങ്ങും.
ഒരുപാട് പപ്പീസ് വാങ്ങിയിട്ടുണ്ട്. അടിപൊളിയാണത്. നോക്കിയേ നോക്കിയ ശരിക്കും പാവക്കുട്ടിയുടെ പോലെ അല്ലേ? കടിക്കോ? ഏയ് കടിയൊന്നുമില്ല, കടിക്കലൊന്നുമില്ല. ഓ എവിടെ അവിടേക്കോ? ഇത് നോക്കിയ പാവക്കുട്ടിയുടെ പോലെ ശരിക്കും. ഓ ശരിക്കും പാവക്കുട്ടിയാണ്. അമ്മോ എന്റെ ഹെയറൊക്കെ നോക്കിയടാ, എന്തൊരു നോക്കി. വെപ്രാളം ഉണ്ടാ, ഭയങ്കര വെപ്രാളക്കാരിയാണ്. നോക്കിയടാ ശരിക്കും പാവക്കുട്ടിയല്ലേ. ഇതിന്റെ പേരെന്തേട്ടാ? ടോയ് പൂഡില്. ഓ വാവയാവാറായി, പ്രഗ്നന്റ് ആണ്, വാവയാവാറായി, ഹീറ്റ് ആയിട്ടിരിക്കാണ്. രസമായിരിക്കുള്ളല്ലേ ഇതിന്റെ ബേബിയൊക്കെ വരുമ്പോ. ശരിക്കും നൂഡിൽസ് പോലെ. ഇത് എത്ര നാളെടുക്കും വാവയായി വരാൻ? 62 ദിവസം. പ്രവി ദേ ഇനി നിനക്ക് എടുക്കാനുള്ള പപ്പീനെ കാണിച്ചു തരാം. ബാ അമ്മ വന്നേക്കാണ്. അമ്മയും മക്കളൊക്കെ വന്നിട്ടുണ്ട്. ഓ മോനെ ദേടാ വന്നോടാ. അയ്യോ പ്രവി ഇതാടാ നീ ഇന്ന് എടുക്കാൻ പോണ പപ്പി, ശിവാവയുടെ പപ്പി. ഓ ഇത് എത്ര ദിവസമായിണ്ടാവും ചേട്ടത്? 38 ദിവസമായിട്ടാ. നോക്കി പേടിച്ചാ ഞാൻ എടുത്തപ്പോ? പേടിച്ചാടാ. നല്ല ആപ്പിൾ ടൈപ്പ് ഹെഡാണ്. ആപ്പിൾ ടൈപ്പ് ഹെഡ്. നോക്കി തല നോക്കി, അങ്ങനെ മറ്റേ കൂർത്തിക്കണ പോലെ അല്ല, അമ്മയുടെ പോലെ അല്ലേ? അച്ഛന്റെ പോലത്തെ ആപ്പിൾ ഹെഡ്. നല്ല രസമുള്ള കുഞ്ഞു പപ്പി. ഇതേ അവരുടെ കൂടെ ഉള്ളവരെ കാണിച്ചു കൊടുത്തേ. ഇനി ഇതാണ് ഇതിന്റെ അമ്മ. അണ്ട അമ്മയും 2 മക്കളും 3 കുട്ടികൾ ഇറങ്ങിയല്ലേ ഒരു പ്രസവത്തില്? സാധാരണ ഇങ്ങനെ കിട്ടാറില്ലല്ലേ? ബുക്കിംഗ് ആയതാണ്. ഓ ഓ ശരിക്കും 3 കുട്ടികളൊന്നും കിട്ടാറില്ലല്ലേ ശിവാവയ്ക്ക്? ഇത് 2 ടൈപ്പ് ഉണ്ട്, ഹൈറ്റ് കുറഞ്ഞ ടൈപ്പ് ഉണ്ട്. കുറഞ്ഞ ടൈപ്പാ. 3 കുട്ടിയൊക്കെ 3 കുട്ടീന്റെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 2 കഴിഞ്ഞപ്പോ കഴിഞ്ഞു വിചാരിച്ചതാ, ഭാഗ്യത്തിന് കിട്ടിയത്. ഓ അങ്ങനെ നോക്കിയാ അയ്യോ കറക്റ്റ് ടൈം ഇട്ടത്. പ്രവീൺ മച്ചാനുള്ള പപ്പീനെ പ്രവീൺ മച്ചാൻ ഇപ്പൊ എടുക്കുന്നുണ്ടോ പ്രവീണെ? എന്നാ ഫാദറിനെ കാണിക്കോ? എവിടെ? ഇതിന്റെ ഫാദർ ഇവിടെ ഉണ്ട്. അമ്മേനെ കാണിച്ചു, ഇനി അച്ഛനെ ഇവിടെ കാണിക്കണല്ലോ. അടിപൊളി. ഓ ഇതാണ് അച്ഛൻ. അച്ഛ മകളെ കൊണ്ടുപോവാണ്. ആപ്പിൾ, അതല്ലേ ആപ്പിൾ ഹെഡ് എന്ന് പറഞ്ഞ. ഓ ഇത് ഇച്ചിരി അഗ്രസീവ് ആണല്ലേ. അപ്പൊ പ്രവീൺ മച്ചാനാണ് പപ്പീനെ എടുക്കുന്നത്. ചേട്ടാ പ്രവീണിന്റെ കയ്യിലേക്ക് കൊടുത്തോളൂ. ഒഫീഷ്യൽ ഓണർ ചേഞ്ച് ആണ്. മെയിൽ പപ്പി, ശിവാവയുടെ മെയിൽ പപ്പി അല്ലെ? ക്രീം കളർ. ഇതിന് മുന്നേ നമ്മുടെ അടുത്തൊരു കുട്ടീനെ കൊണ്ടുപോയില്ലേ? അപ്പൊ അതിന്റെ പോലെ തന്നെ അതുകൊണ്ട് സൂപ്പറായിട്ട് വരും. അടിപൊളി. ഹെഡൊക്കെ നല്ല ടൈപ്പ് ഹെഡ്. അതെ അതെ, അത് അമ്മയുടെ അടുത്ത് പോകുന്നതിന്റെ വിഷമ. അതിനെ അവിടെ ചെല്ലുമ്പോ ശരിയായിക്കോളും. അടിപൊളിയായി വളർത്തിക്കോളോ, നന്നായി കെയർ ചെയ്ത് സെറ്റ് ആയിക്കോളാം. അങ്ങനെ പ്രവീൺ മച്ചാന് ആഗ്രഹിച്ച പോലെ ശിവാവ് പപ്പിനെ കിട്ടി. എന്താണ് പറയാനുള്ളത്? സന്തോഷം. ഇഷ്ടമായി. ഓക്കേടാ ഇത് വലിപ്പം. ഉറക്കം തൂങ്ങി നിക്കാണോ? ഡ്രാഗൺ കുഞ്ഞ് അടിപൊളി. ഷോക്കൊക്കെ ഇറക്കാൻ പറ്റിയുള്ള ക്വാളിറ്റിയുള്ള പറഞ്ഞു പോയിട്ട് വീണ്ടും വരും. അടിപൊളി. അപ്പൊ ഇനിയിപ്പോ നമുക്കിത് കൊണ്ടുപോകണം ചേട്ടാ. സംഭവം ഞങ്ങൾക്ക് ഇഷ്ടമായി, കൊണ്ടുപോകണം ഞങ്ങള്. അടിപൊളിയാക്കി നമ്മുടെ പട്ടിക്കുട്ടിനെ കണ്ട, നമ്മുടെ ഒരു കൊക്കക്കോള ക്യാൻ്റെ വലിപ്പമുള്ളൂ കൂട്ടാ അല്ലേ? ഒരു കൊക്കക്കോള ക്യാൻ്റെ വലിപ്പത്രേ ഉള്ളൂടാ പട്ടിക്കുട്ടി. ക്യൂട്ട് പപ്പി ബോയ്. വലുതാകുമ്പോ കച്ചും ഞങ്ങ അല്ലേടാ? വലുതാകുമ്പോ കച്ചും അങ്ങനെ കച്ചും. അങ്ങനെ നമ്മുടെ പ്രവീൺ മച്ചാന്റെ ശിവാവ പപ്പി ഇപ്പൊ എനിക്ക് നോക്കാനായിട്ട് തന്നേക്കണ്ട. മടിയനാവും പിടിക്കാനുള്ള അല്ലേടാ?
അപ്പോൾ ശിവാബ പപ്പിയുടെ ആദ്യത്തെ യാത്രയുണ്ട് കാറിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവര് ഛർദ്ദിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ക്ഷീണമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതങ്ങനെയാണ്, പപ്പികൾ ആദ്യമായിട്ടൊക്കെ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ ചെറിയ വോമിറ്റിംഗ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. വോമിറ്റിംഗ് ഇല്ലാതെ എത്തിക്കഴിഞ്ഞാൽ അത്രയും നല്ലത്. പിന്നെ ഇന്ന് രാത്രി നല്ല കൊരയിരിക്കും, കാരണം അമ്മയായിട്ട് പിരിഞ്ഞാണല്ലോ. ഏത് ജീവിയാണെങ്കിലും അവരുടെ അമ്മേനെ കാണാണ്ടാവുമ്പോൾ ഒരു സങ്കടം എന്തായാലും അവർക്ക് ഉണ്ടാവും. പക്ഷെ എന്തായാലും പപ്പീനെ കൊടുക്കുമ്പോൾ ഒരു ദിവസം അമ്മേനെ പിരിഞ്ഞേ പറ്റുള്ളൂ അവർക്ക്. അത് കഴിഞ്ഞ് പ്രവീൺ മച്ചൻ്റെ വീട്ടിൽ സെറ്റ് ആയിക്കോളും അടിപൊളിയായിട്ട്. പിന്നെ വേറെ വൈബായിരിക്കുള്ളൂ. പ്രവി അല്ല ആള്. അപ്പൊ അതെ പ്രവിയെ, എന്നാ നിന്റെ പപ്പീനെ നീ തന്നെ പിടിച്ചോ, അവക്ക് നിന്റെ അടുത്ത് വരണമെന്ന്. കളിപ്പിക്കാൻ അതിന് സങ്കടം വരരുത്. ആണോ? വേണ്ട ടിങ്കു, സാല പട്ടി വേണ്ട വേണ്ട പപ്പി, നോ നോ. ഭയങ്കര അഗ്രഷനാണ് പട്ടി. വേണ്ട വേണ്ട അടുത്ത കടിക്കണ്ട. സർപ്രൈസ് കൊടുക്കാൻ പോവാണ് ഈ ശിവാവക്കുട്ടീനെ. ബാക്കി പിടിക്കും പട്ടീനെ. ആ പോട്ടെ. അപ്പച്ചന് വന്നേ, ഒരാവശ്യമുണ്ട്. മമ്മേ വന്നേമ്മേ, വാ പെട്ടെന്ന് പോവാ, കുതിര ഓടിക്കാനുള്ളതാ. അപ്പച്ചോ ഇവിടെ വന്ന എന്ത് ഡിമാൻഡാണ്? ഇത് വന്നേ ഒന്ന് വാ മമ്മേ, നിങ്ങൾ പുറത്തേക്ക് വാ. ഞാൻ പറയില്ല. വേറെല്ല, നമ്മപ്പേ ഈ കുതിരയുടെ ഇത് മാറ്റിയിട്ട് വേറെ വലുതിന് എടുക്കാണ്. കൊടുക്കാൻ നോക്കിന്ന് എന്താണ് പേര് പറഞ്ഞേ? കൈപ്പറ ടിക്കു. ഇത് മറ്റേനേക്കാളും ചെറുതാവണ സൈസാ, അതിന്റെ അത്ര വലുതാവില്ല. അതല്ലേ നല്ലത്. ടിങ്കു 2.0 നോക്കണ്ടേ? കരയണേ അതിന്റെ അങ്ങനെ നമ്മുടെ ടിങ്കു മോനെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ ആൾക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് മാറി വന്നതിൻ്റെ അങ്ങനെ പമ്മിയൊക്കെ നടന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അണ്ണൻ്റെ ആ ഒരു പേടി അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കാണുന്ന ആളൊന്നും ആയിരുന്നില്ല കേട്ടോ. ചാടി ഓടി നടക്കായിരുന്നു അവിടെ, ഭയങ്കര ഹാപ്പി ആയിട്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പ്രവീണെ പേരപ്പെന്ത് ഉറപ്പിച്ചാ? ടിങ്കുവിനെ നമ്മളത് നീലിനെ കാണിക്കാൻ കൊണ്ടുവന്നേക്കാണ്. നീലി ഇതാണ് ടിങ്കു ഇതാണ് നീലി. ഉമ്മ 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 ഉമ്മ
ഇനിയാണ് സർപ്രൈസ് ടൈം. പ്രവീൺ മച്ചാന്റെ വൈഫിന് സർപ്രൈസ് കൊടുക്കാൻ പ്രവീൺ. പ്രവീൺ മച്ചാന് ഇതുപോലെ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ മുമ്പ്. ടിങ്കു എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ പട്ടിക്കുട്ടിനെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും പേരിട്ടു ടിങ്കു. അങ്ങനെയാണ് എല്ലാവരും ടിങ്കു ടിങ്കു എന്ന് വിളിക്കുന്നത്. അങ്ങനെ വീട്ടിലെത്തിക്കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞു ടിങ്കു മൊത്തത്തിൽ അവിടെ സെറ്റായി. പ്രവീൺ മച്ചാൻ്റെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ പണ്ടത്തെ ടിങ്കുവിനെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. പ്രവീൺ മച്ചാൻ്റെ അപ്പച്ചൻ്റെ ആ ഒരു കണ്ണൊക്കെ നിറഞ്ഞായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിൽ നിന്നൊക്കെ ഒഴുകിയെന്ന് പറയാം. അത്രയ്ക്ക് സ്നേഹത്തിലായിരുന്നു തോന്നുന്നു പണ്ടത്തെ ടിങ്കുവിനെ നോക്കിയായിരുന്നു. ആ ടിങ്കുവിനെ ഞാൻ കണ്ടിട്ടില്ല, രഹസ്യമായിട്ട് പ്രവീൺ മച്ചാൻ വളർത്തിയായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ വന്ന പുതിയ ടിങ്കു 2.0 ഒരു രക്ഷയില്ല. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വന്ന് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്, ഓടിച്ചാടി കളിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് അടിപൊളി. വന്ന പാടെ പ്രവീൺ മച്ചാൻ്റെ അപ്പച്ചനായിട്ട് ഭയങ്കരമായിട്ട് ഇണങ്ങി ഇങ്ങനെ കറങ്ങിയടിച്ച് നടക്കുകയാണ് പുള്ളിക്കാരൻ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പ്രവീൺ മച്ചാന് ഒരു പട്ടി എന്ന സ്വപ്നം നമ്മൾ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രവീൺ മച്ചാൻ്റെ പട്ടിയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ വരുത്താട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ടിങ്കുവിനെ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ടിങ്കുവിന് വേണ്ടി സ്പെഷ്യലായിട്ട് ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ.